അടുത്ത വണ്ടി വരും, കയറിപ്പോ. ജഗദീഷിന്റെ ഗാനമേള ഇന്ന് രാവിലെ തുടങ്ങി കേട്ടോ. പൈസയില്ല കയ്യിലൊരു നയ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയ പൈസയില്ല. എന്ത് പാട്ടാണ് ഈ പാടുന്നത്? നയാ പൈസ ഇല്ലെന്നോ? KSRTC-ലായതാണോ? ശമ്പളമൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്ന പത്രത്തിലുണ്ടല്ലോ. ശകലം വൈകാലും ശമ്പളം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ വലിയ പ്രയോജനം എന്താ? കയ്യിലോട്ട് വരുമ്പോഴേ പിച്ചി പറിച്ചങ്ങ് പോവാ. പിച്ചി പറിച്ചു പോകുന്നു. പിച്ചി പറിച്ചു വരുന്നത് പോക്കൂടെ? ഇത് ഉണങ്ങി പിടിക്കുന്നേ മോട്ടറേ. കണ്ണില്ലാത്തപ്പോ അറിയാ കണ്ണിന്റെ വില. KSRTC ആണ് കഞ്ഞു കുടിച്ചു പോകുന്നു. രാധികേ, ചന്തു എന്തേടി? അവൻ എണ്ണീറ്റില്ല. ഇത് എണീറ്റില്ല ഇതുവരെ? അവൻ ഇച്ചിരി നേരം കൂടെ കിടന്നോട്ടെ. കേട്ടെ, അവന്റെ ഉറക്കം കണ്ടാ വിചാരിക്കാണ്ട് ജോലി കഴിഞ്ഞു വന്ന് ക്ഷീണിച്ചു വന്ന് കിടക്കുകയാണ്. എന്നാ പിന്നെ നിങ്ങൾ അവനൊരു ജോലി വാങ്ങിച്ചു കൊടു. പിന്നെ അല്ലാതെ അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുവല്ലേ. ജോലി മേടിച്ചു കൊടുക്കാൻ ഞാനത് എംപ്ലോയ്മെന്റ് ഓഫീസറോ? എടി, ജോലി കൊടുത്തിട്ട് അന്വേഷിച്ചിറങ്ങണം. അല്ലാതെ 24 മണിക്കൂർ മൊബൈൽ കുത്തിപ്പിടിച്ചാലേ ജോലി കിട്ടത്തില്ല. എപ്പോഴും ചെറുക്കന്റെ നേരെ അങ്ങ് ചുമ്മാ ചെല്ലുവാ. ജോലി ഉണ്ടാക്കുന്നു. ഇയാൾ എഞ്ചിനീയറിംഗ് വരെ പാപ്പിച്ചതാ കേട്ടോ. എഞ്ചിനീയറിംഗ് പഠിച്ച് ഒന്ന് എൻ്റെ കൂടെ വന്ന് നിൽക്കുന്ന എത്ര തവണ കൊണ്ട് ഞാൻ പറയുന്നു, അത് കേൾക്കത്തില്ല. അതിന് കുറെ കൂട്ടുകാരും ഉണ്ട്, ആൻറ്റി വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ വരും കുറെ എണ്ണം. വേണുവേട്ടാ, എന്തേലും പറയാനുണ്ടെങ്കിൽ അവൻ്റെ അടുക്ക പറ കേട്ടോ. എൻ്റെ അടുക്ക ചുമ്മാ കിടന്നോണ്ട് പറയാതെ. അതെങ്ങനെയാ? അച്ഛനും മോനും കൂടെ ഒന്ന് നേരെ നോക്കിയിട്ട് വേണമല്ലോ. വേണ്ട, ഒന്നും വേണ്ട വേണ്ട. ഇനി അതിനിടയ്ക്കാ കൊഞ്ച്. നീ ഒറ്റ വരുത്തി അവനെ വഷളാക്കുന്നത്. അതെ, അവനെന്റെ ചങ്ക. അവിടെ ചങ്ക് അവസാനേ നോക്കെ ഒറ്റയ്ക്കങ്ങ് അനുഭവിച്ചാൽ മതി, എന്നെ വിളിക്കരുത്. എന്റെ പൊന്നു വേണുവേട്ടാ, രാവിലെ എൻ്റെ അടുത്ത് വഴക്കിന് വരല്ലേ. പോയി ചായ എടുത്ത് കുടിക്ക്. അടുക്കളയിൽ ഒരുപാട് ജോലി കിടക്കുക. ഇനി നിങ്ങളുടെ തുണിയും കൂടെ കഴുകിയിട്ടിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാൻ. ഇയാളെന്റെ തുണിയൊന്നും കഴിവണ്ട, ഞാൻ കഴുകിക്കോളാം. ഓ, ഇത് കുറെ ഞാൻ കേട്ടതാ. പുതിയത് വല്ലതും ഉണ്ടേ പറ. പിന്നെ കഴുകുന്നു. ഇല്ല, രാവിലെ ഓരോന്ന് ഇറങ്ങിക്കോളും. ചന്തു ഉണ്ടോ കിന്തു ഉണ്ടോ, അവനെ കണക്ക് തന്നെ ഒരു പണിയില്ലാത്തത്. എണ്ണീറ്റോ സാറ്? ചായ താമേ. ചന്തു, നിന്റെ ഉദ്ദേശം എന്തുവാടാ? എന്താ എന്ത് പറ്റി? നീ ഇത്രയും ലേറ്റായിട്ട് എഴുന്നേക്കെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ ഇപ്പൊ ഇവിടെ കിടന്ന് തുള്ളിയേച്ച് പോയതേ ഉള്ളു. ഞാൻ നേരത്തെ എഴുന്നേറ്റ് എന്ത് ചെയ്യാനാ? എന്റെ കുഞ്ഞ്, നീ ഈ മൊബൈലും ടിവിയും നോക്കിയിരിക്കുന്ന നേരത്തിന് നിനക്ക് അച്ഛന്റെ കൂടെ കടയിൽ പോയി ഇരിക്കാൻ വയ്യേ? അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ. എഞ്ചിനീയർ വരെ പഠിച്ചിട്ട് ഞാൻ എങ്ങനെയാ കടയിൽ പോന്നെ?
നിന്റെ കൂടെ പഠിച്ചവർക്കൊക്കെ ജോലിയായി. അവരെയൊക്കെ യു കെയിലും കാനഡയിലും ഒക്കെ ജോലി ചെയ്യുന്നത്. ഞാൻ അവിടെ പോകുന്ന രാധമ്മക്ക് ഇഷ്ടമല്ലല്ലോ. അത് ശരിയാ. എന്റെ മോൻ നാട്ടിൽ ജോലി ചെയ്താ അമ്മയ്ക്ക് എന്നും ചന്തക്കുട്ടനെ ആ ജോലിക്കൊക്കെ ഒരു സമയമുണ്ട് എന്റെ രാധമ്മേ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെല്ല്, പോയി ചായ എടുത്ത് കൂടി പോ. നല്ലൊരു പാട്ടായിരുന്നു. ഉടനെ അവനത് ഓഫാക്കി. പൊരുത്തം കേട്ടോ. രാധികേ, ഞാൻ ഇറങ്ങുവാണ്. ഇറങ്ങുവാ വേണുവേട്ടാ. വൈകിട്ട് നേരത്തെ വരണേ. ഡോക്ടറെ അടുത്ത് പോണം ചെക്കപ്പിന്. നേരത്തെ വരാം. ഞാൻ പോയിട്ട് വരട്ടെ കേട്ടോ. ഓക്കേ അമ്മ. ദേണ്ടേ, അമ്മ കഴിക്കാൻ ആഹാരം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കഴിച്ചിട്ട് പാത്രം എടുത്ത് വൃത്തിയാക്കി വെക്കണേ. ഡാ ചന്തുവേ, ഡാ ഞാൻ പറഞ്ഞതുമല്ലോ നീ കേട്ടോ? ശരിയമ്മ, ഞാൻ വൃത്തിയാക്കി വെച്ചേക്കാം. ചന്തുവേ, ഈ കഴുകിയിട്ടേക്കുന്ന തുണിയൊക്കെ എടുത്ത് അകത്തിട്ടേക്കണേ മോനെ. മഴ എപ്പോഴാ വരുന്നേന്ന് അറിയാനൊക്കത്തില്ല. എവിടാ, ഫോണിൽ നിന്നൊന്ന് തല ഉയർത്തിയിട്ട് വേണമല്ലോ. സമയവും പോയി. ചെറുക്കൻ ഇതൊന്നും എടുത്ത് അകത്തിട്ടില്ലേ? ആ തുണിയെല്ലാം കിടന്ന് നനഞ്ഞു. ചന്തു, നിന്നോട് പറഞ്ഞത് വല്ലതും ചെയ്താടാ നീ? അവന്റെ ഒരു മൊബൈല് എപ്പോഴും ഇതുള്ള നാശം.
ഡാ. അമ്മ അമ്മേ അമ്മേ അമ്മ എന്ത് പറ്റി അമ്മ അമ്മേ അമ്മ അമ്മേ അമ്മ എന്ത് പറ്റി അമ്മ അമ്മ ജഗദീഷേ, ദാ, ഇത് കിടക്കുവാന്നോ? 10 കമ്പടാന്ന് വെച്ചെണ്ണ ആണോ? എന്താ അവധിയാടാ? നൈറ്റാ ആ? ശരി. എന്നിട്ട് നേരത്തെ ഓ, അവളെ കൊണ്ട് ചെക്കപ്പിന് പോകണോടാ. ആ അവിടെ. ഓ ഇതെല്ലാം നനഞ്ഞു കിടക്കുകയല്ലേ? ഇതൊന്നും എടുത്താൽ തിട്ടില്ലേ ഇത്? അവളെ തുപ്പി നടക്കുന്നു. എന്തുപറ്റി? എടാ ചത്തു, അമ്മയ്ക്ക് എന്തുപറ്റി? എടാ നിന്നോട് ചോദിച്ചാ അമ്മയ്ക്ക് എന്തുപറ്റിയെന്ന്? അമ്മ വീണതാ. എങ്ങനെ? ഞാൻ പേടിച്ച് തള്ളിയപ്പോ വീണതാ. തള്ളിയോ? നീ എന്തിനാ അങ്ങനെ ചെയ്തേ? എന്റെ മൊബൈലിൽ വലിച്ചു നാളെ ഇനി തള്ളിപ്പോയി. നാളെ അങ്ങനെ അമ്മ വീണു. നീ കൊന്നോടാ അവളെ? ഇല്ല. എടാ ജഗദീഷേ, ഓ ജഗദീഷേ, ആ ഒന്ന് ഓടി വാടാ. അവള് പറഞ്ഞു വേടാ. ഏ? നീ വണ്ടി എടുത്തോട്ട് വാ. എടാ വണ്ടി എടുത്തോട്ട് വാടാ. ഓ വരുവാ. ചേച്ചിക്ക് എന്താ പറ്റി? വരുന്നു നീ എന്ത് ചെയ്തോളെ? തുടരുത്, മാറിക്കണം, മാറിക്ക്. തുടരുത്, തൊട്ടുപോരുത്. ജഗദീഷേ, വണ്ടി കടിപ്പില്ല. ജഗദീഷേ, ഓടി വാടാ, ഓടി വാ, ഓടി വാടാ, ഓടി വാ. നീ ഇവിടെ കൊന്നോടാ? എന്ത് പറ്റി വേണോട്ടാ? കൊന്നോ? ചേച്ചിക്ക് എന്താ പറ്റിയത്? നീ പിടിക്കടാ. കുട്ടിക്ക് ചോദിച്ചു. ആ, അതാ പിടിക്ക്. ഞാനോട് പിടിക്കാം. നീ തുടരുത്. തുടരുത് പോന്നേ. നീ എന്റെ കൺമടത്തോട് പോന്നേ. വണ്ടിയെടു, നീ ഇവിടെ പോന്നു. അവനോട് വരട്ടെ നീ വേണ്ടോട്ടാ? വേണ്ട. കാര്യമില്ല. വേണ്ട. അവനോട് വരട്ടെന്ന്. നീ വണ്ടി ഇടറാ. നീ വണ്ടി എടു. നീ വണ്ടി ഇടാ. അവൻ വരട്ടെ. നീ വണ്ടി എടു. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ വരുമ്പോ നിന്നെ കണ്ടുപോരുത് കേട്ടാ. നൂറ്റിരണ്ടിൽ വസുമതി മോളെ കാണുന്നില്ലല്ലോ. അവര് ഡിസ്ചാർജ് ആയി പോയല്ലോ. ഹലോ, ഡോക്ടർ ഉണ്ടോ? ആ ഉണ്ട്. പേഷ്യന്റ് എന്ത് ഉണ്ട്. പറ്റി? ആക്സിഡന്റ്. ആ ചേട്ടാ ഡോക്ടറെ, ഒരു ആക്സിഡന്റ് കേസുണ്ടേ. കാഷ്വാലിറ്റിയിലാണോ? ആ അതെ അതെ അതെ. ഡോക്ടറെ, വൈഫ് പറഞ്ഞു വീണ് തല പൊട്ടി. തല പൊട്ടി. ഞാനൊന്ന് നോയിക്കോട്ടെ. പുറത്തോട്ടെ പുറത്തോട്ടെ. ബോധമല്ല ഇരിക്കുക. ബോധം. വരാം വെയിറ്റ്. ഇവിടെ കേട്ടോ. തല പൊട്ടി. ജാതികയുടെ കൂടെ വന്നേരാ. ഞാനാ. സ്കാനിങ്ങിന് കേട്ടിട്ടുണ്ട്. എന്താ ചുമ്മാ പോയ വിഷമിക്കാതെ. അവനൊരു അബദ്ധം പറ്റിയല്ലയോ? എന്താ മൊത്തം അവനെങ്ങനെ തോന്നിയിടും അവളെ പിടിച്ചു കളാനായിട്ട്? ചേട്ടാ, അവനൊരു കയ്യബദ്ധം പറ്റിപ്പോയി. അവൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നുള്ള കാര്യം ചേട്ടനറിയാവും. വിഷമോ? അവൻ കുറച്ച് വിഷമിക്കട്ടോ.
അവനെങ്ങനെ തോന്നിയടോ അവളോടത് ചെയ്യാൻ? ഹലോ, ആ ഞങ്ങൾ ഹോസ്പിറ്റലിലാ. എന്താ പറ്റി? ആ എൻ്റെ അടുത്തിരിപ്പുണ്ട്. കാര്യം പറയടി. ചന്തു എവിടെ? ശരിക്കും നോക്കിയോ? ഞങ്ങളെ ഇപ്പം തന്നെ വരാം. ഞങ്ങളിപ്പോൾ എന്താണ് ചേട്ടാ, ഞാൻ വീട് വരെ കൂട്ടും. എന്താണ് ഈ പ്രശ്നം? ചേട്ടാ, ചന്തു ഒരു അബദ്ധം കാണിച്ചു. കാര്യം പറഞ്ഞു. എന്താ പറ്റിയവര്? ചന്തുവിന് ഇല്ല വേണോട്ടാ. പോയോ? എന്ത് വിഷയം പറയുന്നു? ഇല്ല. രാധികയുടെ ബൈസ്റ്റാൻഡർ ആരാ? എന്നെ വിളിച്ചു. ഓ, ഞാനാ. ഇതങ്ങ് കൊടുക്കുക കേട്ടോ. പ്രശ്നമൊന്നുമില്ല. റെസ്റ്റ് ചെയ്യും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. സ്കാനിങ്ങിന് കുഴപ്പമില്ല. കുറച്ച് റെസ്റ്റ് ചെയ്താൽ ഓക്കെ. ചന്തു എന്തിയേ? അവൻ വന്നില്ലേ? മോൻ എന്തിയേ? അവൻ പേടിച്ച് കാണും. മോനെ ഇങ്ങി വിളിക്ക്. ആരാണ് ഇതിന് ഉത്തരവ്? സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളതാണ്, മനസ്സിൽ വയ്ക്കാനുള്ളതല്ല. ഒരു കുടുംബത്തിലും ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ടീം ടുഡേ മീഡിയ